ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം അത് ഇത്തിരി എന്താ പറയുക, നമ്മൾ നോർമലി ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിനെക്കാട്ടി ഉപരി മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി. സോ ഈ ഒരു വർഷം തൊട്ടാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മാറി തുടങ്ങിയത്. അപ്പം നമുക്ക് അതനുസരിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ വേണം. നോർമലി നമ്മൾ ചെയ്യുന്ന പിയാനൽ അപ്രോപ്രിയേഷൻ്റെ ഇതോ അല്ലെങ്കിൽ അഡ്മിഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നോർമലി ചോദിച്ച് കണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഈ ഒരു പ്രാവശ്യം തൊട്ട് അത് കംപ്ലീറ്റ്ലി മാറ്റി പറഞ്ഞ പോലെ ചെറിയൊരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മളെപ്പോഴും ഓവർലുക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ടോപ്പിക്ക് വരെ അവർക്ക് എസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ട് പോകണം. കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ക്രിസ്മസ് എക്സാമിനാണെങ്കിലും മെയിൻ എക്സാമിനാണെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വിടുന്ന ടോപ്പിക്കായിരിക്കും, അങ്ങനെ വിടരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടാണ് ഇവർ നോക്കിയേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒരു പാർട്ടുണ്ട്, വേറൊരു പാർട്ടുണ്ട്. 2-ന് 3 മാർക്ക് 3 മാർക്ക് എന്നുള്ള രീതിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കപ്പോൾ ഓരോ പാർട്ടായിട്ട് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പാർട്ട്ണർ റിട്ടയർ ആയി പോയി കഴിഞ്ഞതിന് ശേഷം, ഓക്കെ, റിട്ടയർമെന്റ് പോയി, അല്ലെങ്കിൽ ആ പറയുന്ന വ്യക്തി ആ ഫേമിൽ നിന്ന് പോയി. ഓക്കെ, നമുക്കറിയാം അഡ്മിഷൻ ആയിക്കോട്ടെ, റിട്ടയർമെന്റ് ആയിക്കോട്ടെ, എന്ത് സമയം, അല്ലെങ്കിൽ ഡെത്ത് ആയിക്കോട്ടെ, ഇത് എന്ത് സംഭവിച്ചാലും നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ഡീൽ ചെയ്യുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ഫേമിനെ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പുതിയതായിട്ട് എന്നുള്ള രീതിയിൽ അവിടെ നിർത്തുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ ആയി പോയി ഫേം കംപ്ലീറ്റ്ലി നിർത്തുക എന്നുള്ള അർത്ഥമല്ല, ചേഞ്ചസ് വരുവാണ്. ഓക്കെ, ഒരാൾ വന്നാലും ഒരാൾ പോയാലും അവിടെ ചേഞ്ചസ് വരും. അപ്പം ഇങ്ങനെ ചേഞ്ചസ് വരുമ്പോഴത്തേക്ക് പഴയ രീതിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പുതിയൊരു ഫേം എന്നുള്ള രീതിയിൽ പുതിയ പുതിയ കാര്യങ്ങളായിട്ടായിരിക്കും അഡ്മിഷൻ ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും റിട്ടയർമെന്റ് ആണെങ്കിലും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ റിട്ടയർമെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ റിട്ടയർമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാം. അപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിലും ഇവരുദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഒരാൾ റിട്ടയർ ആയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാപിറ്റലിൽ ചേഞ്ചസ് വരും. ഓക്കെ, ഓഫ് കോഴ്സ് ക്യാപിറ്റലിൽ ചേഞ്ചസ് വരും. പഴയ രീതിയിലായിരിക്കത്തില്ല ക്യാപിറ്റൽ, പുതിയ ക്യാപിറ്റൽ അവർ ഫിക്സ് ചെയ്യും. നമ്മൾ എല്ലാത്തിലും ചേഞ്ചസ് പറഞ്ഞ പോലെ ഗുഡ് വില്ല് ചേഞ്ചസ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ചസ് വരുന്നുണ്ട്, അതേപോലെ നമ്മൾ റീവാല്യൂ ചെയ്യുന്നുണ്ട് അസറ്റ്സും ലയബിലിറ്റീസും, ആൻഡ് റിസർവ്സ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നുണ്ട്, റിട്ടയർമെന്റ് ഡെത്ത് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ മാറി വന്നിട്ട് ലാസ്റ്റ് ആ റിട്ടയർമെന്റ് അല്ലെ ഡെത്തിന് ശേഷം പുതിയൊരു ഫേം എന്നുള്ള രീതിയിൽ നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഗുഡ് വിൽ അങ്ങനെയുള്ളതിനെല്ലാം മാറ്റം വരുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്ന പോലെ തന്നെ വരുന്ന ഒരു സംഭവമാണ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ക്യാപിറ്റൽ ഇവർ ഫിക്സ് ചെയ്യും. ഓക്കെ, ഒരാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാപിറ്റൽ അവർ ഫിക്സ്, അതെന്തോ പല കാര്യങ്ങൾ അവർ നോക്കിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയില്ല എന്ത് ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് അവർ ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ പഴയ ക്യാപിറ്റൽ ആയിരിക്കത്തില്ല പുതിയൊരു ഇങ്ങനെ ഒരു റിട്ടയർമെന്റോ ഡെത്തോ സംഭവിക്കുന്ന ടൈമിൽ പുതിയൊരു ക്യാപിറ്റൽ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അത് അവർ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഓക്കെ നമുക്ക് പുതിയ ഫേം, നമുക്ക് പുതിയ ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നോക്കിയിട്ടല്ല ഇവർ ഈ പറയുന്ന എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവരിപ്പോൾ ഫിക്സ് ചെയ്യുവാണ്, ഓക്കെ, ഒരാൾ റിട്ടയർ അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ 5 lakh എന്നുള്ള രീതിയിലാക്കാം. ഓക്കെ, A, B എന്നുള്ള രീതിയിലാക്കിക്കോ. അതിൽ ഒരാൾ 2,50,000, ബിക്ക് 2,50,000 എന്നുള്ള രീതിയിലാക്കാം എന്നുള്ള രീതിയിൽ അവർ ഡിസൈഡ് ചെയ്തു എന്ന് വിചാരിച്ചു. ഓക്കെ, അത് അവർ ഡിസൈഡ് ചെയ്ത സംഭവമാണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കും. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ചിലപ്പം എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആകെപ്പാടെ 2 lakh കാണത്തുള്ളൂ. ഓക്കെ, ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചിലപ്പോൾ 3 lakh ആയിരിക്കും കാണുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു ചിലപ്പോൾ കൂടുതലായിരിക്കാം, നമുക്കറിയില്ല. ബട്ട് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് പറയുവാണ്. അപ്പോൾ പുതിയ നമ്മൾ ഫേം ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും, അല്ലെങ്കിൽ പുതിയൊരു ഫേം നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എയുടെ ക്യാപിറ്റലൊക്കെ എക്ക് ക്യാപിറ്റൽ എന്നുള്ള രീതിയിൽ 2,50,000, ബിക്ക് 2,50,000 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ പഴയതെടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയ അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ എക്ക് ആകെപ്പാട് എത്രയേ ഉള്ളൂ? 2,50,000 ഉള്ളൂ. 2 lakh ഉള്ളൂ. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലാണെങ്കിൽ 3 lakh ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് രണ്ടും രണ്ട് രീതിയിൽ നിൽക്കുകയാണ്. അപ്പം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2,50,000 ആക്കണം, അതേപോലെ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ 2,50,000 ആക്കണം. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്.
ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് പുതിയ ക്യാപിറ്റൽ എത്ര ആണെന്നുള്ളത് നോക്കണം. അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര ക്യാപിറ്റലാണ് കിടക്കുന്നത്, അല്ലെ പഴയ ക്യാപിറ്റൽ എത്രയാണ് കിടക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു സിമ്പിൾ എക്സാമ്പിൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ പുതിയ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫേമിന് 2,50,000 ആണ് എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട്. പക്ഷേ പഴയ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആപ്പാട് എത്രയേ ഉള്ളൂ, 2 lakh ഉള്ളൂ. ഓക്കെ, 50,000 എക്സ്ട്രാ ആര് കൊണ്ടുവരണം, എ ക്യാപിറ്റലായിട്ട് കൊണ്ടുവരണം. ഓക്കെ, കാരണം പുതിയ നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചേക്കുന്ന എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 2,50,000 വേണം എന്നുള്ളതാണ്. പക്ഷേ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എത്ര മാത്രമേ ഉള്ളൂ, 2 lakh മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എ 50,000 എക്സ്ട്രാ കൊണ്ടുവരേണ്ടി വരും. ഓക്കെ, ഇനി ബിയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ബിയുടെ കേസിൽ നോക്കാം. ബിയുടെ നമ്മൾ നോക്കുമ്പോൾ പുതിയ ഫോം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 2,50,000 ആണ്. 2,50,000 ഉള്ളൂ. ഓക്കെ, പക്ഷെ ബിയുടെ പഴയ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയപ്പോൾ 3 lakh rupees കിടപ്പുണ്ട്. അതിന്റെ അർത്ഥം തന്നെ 50,000 എക്സ്ട്രാ കിടപ്പുണ്ട്. ഓക്കെ, അങ്ങനെ വരാൻ പാടില്ല. പുതിയ ഫോം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനു ശേഷം എത്ര ക്യാപിറ്റൽ ആണോ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അത്ര മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 3 lakh കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ 50,000 എക്സ്ട്രാ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന 50,000 അങ്ങ് വിഡ്രോ ചെയ്യും. ഓക്കെ, ബിക്ക് അത് വിഡ്രോ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് എക്സ്ട്രാ പൈസ കൊണ്ടുവരണം, ബിയുടെ ക്യാപിറ്റലിലോട്ട് എന്താ കിടക്കുന്നത്, എക്സ്ട്രാ കിടക്കുന്ന പൈസ വിഡ്രോ ചെയ്യണം. ഓക്കെ, അപ്പം എക്സ്ട്രാ പൈസ കൊണ്ടുവരേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്, എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. പൈസ വരുവാണ്, കൂടുവാണ്, ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സാധനം കൂടും, നമ്മൾ അതിന് ക്രെഡിറ്റ് ചെയ്യും. സോ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. എത്ര കൊണ്ട്, 50,000 കൊണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇനി ബിയുടെ കേസ് നോക്കാം. ബിയുടെ കേസിൽ നമ്മൾ എന്താ 50,000 വിഡ്രോ ചെയ്തുകൊണ്ട് പോവാണ്. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുവാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്, ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുമ്പോൾ നമ്മൾ അതിന് എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. സോ ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് ഈ ഒരു കേസിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. കാരണം എന്താണ്, പൈസ വിഡ്രോ ചെയ്തുകൊണ്ട് പോവാൻ. ഇതാണ് ഈ ഒരു ഓൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ നോക്കുമ്പം ശ്രദ്ധിച്ച് ഈ പറഞ്ഞ പോലെ എങ്ങനെയാണ് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ലെവലിൽ പറഞ്ഞേക്കുന്ന പോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്ന പോലെ 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ബാബു എന്ന് പറയുന്ന വ്യക്തി റിട്ടയർ ആയിപ്പോയി. ഓക്കെ, അപ്പം ഇവർ പുതിയ ക്യാപിറ്റൽ ഡിസൈഡ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 2,40,000 ആണ്. ഓക്കെ, 2,40,000 ആണ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ ഫേമിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2,40,000 ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുപേരുടെയും കൂടെ ചേർത്തിട്ടുള്ളതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, മോഹനും അതേപോലെ അനസിനും. ഓക്കെ, മോഹൻ ആൻഡ് അനസിന് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദി ഫേം ആണ് ഈ 2,40,000 കൊടുത്തേക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മോഹൻ എത്രയാണ് ക്യാപിറ്റൽ വരുന്നത്, അനസിന് എത്രയാണ് ക്യാപിറ്റൽ വരുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നതിന് എന്ത് ചെയ്താൽ മതി, നമുക്ക് ന്യൂ റേഷ്യോ വെച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, ന്യൂ റേഷ്യോ വെച്ച് കഴിയുമ്പോൾ ഓൾഡ് റേഷ്യോ കൊടുത്തിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള എന്താ ചെയ്യേണ്ടത്, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പോകുന്ന പാർട്ട്ണറിന്റെ റേഷ്യോ ഇതങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ലാസ്റ്റ് എന്തായിരിക്കും വരുന്നത്, 2:1 ആയിരിക്കും. അപ്പോൾ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. അപ്പോൾ ഫേമിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2,40,000 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ന്യൂ ക്യാപിറ്റൽ ആണ്. ഓക്കെ, ന്യൂ ഫേമിന്റെ ന്യൂ ക്യാപിറ്റൽ ആണിത്. അതിൽ നിന്ന് മോഹൻ എത്രയാണ് ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതെന്ത് ചെയ്താൽ മതി, ന്യൂ റേഷ്യോ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ 2,40,000 1,60,000 മോഹന്റെയും അതേപോലെ നമ്മൾ അനസിന്റെയും കണ്ടുപിടിക്കണം. എങ്ങനെയായിരിക്കും, 2,40,000 ഇൻറ്റു 1/3 എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ 80,000 കിട്ടും. അപ്പോൾ 2,40,000 1,60,000 മോഹന്റെ ക്യാപിറ്റലും 80,000 അനസിന്റെ ക്യാപിറ്റലും നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ് നടത്തേണ്ടത്. ഓക്കെ, അപ്പം അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന മോഹന്റെ ക്യാപിറ്റൽ കൊണ്ട് എത്ര രൂപ കിടപ്പുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. എത്ര രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഷോ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് 1,60,000. ഓക്കെ, അപ്പൊ മോഹന്റെ ക്യാപിറ്റൽ ഇപ്പോൾ 1,64,000 കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ 1,64,000 മോഹന്റെ ക്യാപിറ്റൽ കിടപ്പുണ്ട്. പക്ഷേ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം മതി മോഹന്റെ ക്യാപിറ്റൽ, 1,60,000 മതി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ 40,000 rupees എന്താണ് എക്സ്ട്രാ ആയിട്ട് കിടപ്പുണ്ട്. സോറി 40,000 അല്ല, 4,000. ഓക്കെ, 4,000 rupees എക്സ്ട്രാ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ ആയിട്ട് അങ്ങനെ കിടക്കാൻ പാടില്ല. ഇപ്പൊ പുതിയ ഫേമിന് ആപ്പാടെ 1,60,000 ഉള്ളൂ. പഴയ നമ്മൾ നോക്കിയപ്പോൾ 1,64,000 കിടപ്പുണ്ട്, 4,000 എക്സ്ട്രാ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് വിഡ്രോ ചെയ്യണം.
പുതിയ ഫേമിന് എത്രയാണോ ക്യാപിറ്റൽ വന്നിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം മോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് 4,000 rupees വിഡ്രോ ചെയ്യണം. വിഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ പൈസ പോവുകയാണ്. പൈസ പോകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സ്ഥാനത്തിൽ നിന്ന് പൈസ കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ ഡെബിറ്റ് ചെയ്യും. സോ മോഹൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. എത്ര കൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്, 4,000 ഉണ്ട്. ഓക്കെ, ഇനി അനസിന്റെ കേസ് നോക്കാം. അനസിന്റെ കേസിൽ നമ്മൾ പുതിയ ഫേമിന്റെ പുതിയ ക്യാപിറ്റൽ അനസിന് 80,000 ആണ് വരുന്നത്. ഓക്കെ, ഇനി പഴയ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കറന്റ് മോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര പൈസ ഉണ്ട്, 82,000 ഉണ്ട്. അതിന്റെ അർത്ഥം എന്താണ്, 2,000 rupees എക്സ്ട്രാ കിടപ്പുണ്ട്. നമ്മൾ മോഹന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. പുതിയ ഫേമിന് ആകെപ്പാട് എത്ര മാത്രമേ പൈസ വരുന്നുള്ളൂ, 80,000 വരുന്നുള്ളൂ. പക്ഷെ അനസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എത്ര കിടക്കുന്നതാണ് പറഞ്ഞത്, 82,000 എന്ന് പറഞ്ഞാൽ 2,000 എക്സ്ട്രാ കിടപ്പുണ്ട്. ആ കിടക്കുന്ന 2,000 rupees നമ്മൾ എന്ത് ചെയ്യണം, വിഡ്രോ ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുമ്പോൾ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യും. സോ അനസിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും നമ്മൾ ഡെബിറ്റ് ചെയ്യും. എത്ര കൊണ്ടാണ് ഡെബിറ്റ് ചെയ്യുന്നത്, 2,000 rupees കൊണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയും ചെയ്ത് വരുന്നതിന് നിങ്ങൾക്ക് 3 മാർക്കാണ് വരുന്നത്. ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ഇതുവരെ മെയിൻ നമുക്കൊരു എസ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടില്ല, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, റിട്ടയർമെന്റ് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യുക, നമുക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമിനും മെയിൻ എക്സാമിനും എല്ലാം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇതേപോലെ ചെറിയ നമ്മൾ വിടുന്ന ഏരിയയിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് എസ് എ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പാർട്ട് നമുക്ക് നോക്കണം. രണ്ടാമത്തെ പാർട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഇവിടെ ഇവർ പറഞ്ഞേക്കുന്നത് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കുക. അതിന് 3 കേസസ് അവർ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് കേസസ്, ഇഫ് they acquire her share. ഓക്കെ, ഇവിടെ റോസി, ലില്ലി ആൻഡ് ജാൻസി ആണുള്ളത്. അതിൽ റോസിയാണ് റിട്ടയർ ആവുന്നത്. ഓക്കെ, റിട്ടയർ ആയി കഴിഞ്ഞതിന് ശേഷം ലില്ലിയും ജാൻസിയും അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, റോസിയുടെ ഷെയർ ഇവർ അക്വയർ ചെയ്യും. അവർ അക്വയർ ചെയ്യുന്ന ഏത് റേഷ്യോയിലാണ്, 3 കേസ് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ റേഷ്യോ 5:3, ഇൻ ദ റേഷ്യോ 2:1 ഈക്വലി. അപ്പോൾ 3 കേസിന്റെ സംഭവം നമ്മൾ നോക്കണം. അപ്പോൾ ഓൾഡ് റേഷ്യോ ഇവിടെ കൊടുത്തിട്ടില്ല. കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്, 1:1 എന്നുള്ള രീതിയിൽ ഓൾഡ് റേഷ്യോനെ നമ്മൾ ഫിക്സ് ചെയ്യും. ഇനി നമുക്ക് നോക്കാം ഓരോ കേസസും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞേക്കുന്നത്, ഇഫ് ദേ അക്വയർ, ലില്ലിയും ജാൻസിയും റോസിയുടെ കയ്യിൽ നിന്ന് ഷെയർ അക്വയർ ചെയ്യുകയാണ്. ഏത് റേഷ്യോയിലാണ്, 5:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അക്വയർ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ലില്ലിക്ക് എത്ര കിട്ടും, ഈ പറഞ്ഞ പോലെ 5/8 1/3 പോർഷൻ ആയിരിക്കും കിട്ടുന്നത്. അക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്, ശ്രദ്ധിച്ചോണം. അല്ലാതെ ജസ്റ്റ് മൈനസ് എന്നുള്ള രീതിയിൽ ചെയ്തു നോക്കില്ല. അക്വയർ എന്ന് പറയുമ്പോൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 5:3 റേഷ്യോ എന്ന് പറയുമ്പോൾ ലില്ലിക്ക് 5/8. ഓക്കെ, 5/8 1/3 പോർഷൻ എന്നുള്ള രീതിയിലായിരിക്കും ലില്ലിക്ക് കിട്ടുന്നത്. അപ്പോൾ എത്ര ആയിരിക്കും, 5/24. ഓക്കെ, അപ്പൊ ലില്ലിയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഓക്കെ, അതും എക്സ്ട്രാ ആയിട്ട് റോസിയുടെ കയ്യിൽ നിന്ന് എത്രയാണ് കിട്ടുന്നത്, 5/24. അപ്പൊ ടോട്ടൽ ന്യൂ റേഷ്യോ എന്ന് പറഞ്ഞാൽ 13/24 ആണ്. അതേപോലെ ജിൻസിയുടെ കേസിലും എന്താ പറയുന്നത്, ഈ പറഞ്ഞ പോലെ റോസിയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ആ 1/3യിൽ നിന്ന് 3/8 പോർഷൻ ആണ് ആർക്ക് കിട്ടുന്നത്, ജാൻസിക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ 1/3 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന മറന്നു പോയത് ഇത് ആരെയാണ്, റോസിയുടെ ഷെയർ ആണ്. ഓക്കെ, റോസി പോയി കഴിയുമ്പോഴത്തേക്കും റോസിയുടെ ഷെയർ ലില്ലിക്കും ജിൻസിക്കും കൂടെ ഷെയർ ചെയ്തെടുക്കാം. ഓക്കെ, അങ്ങനെ ഷെയർ ചെയ്തെടുക്കാം. അപ്പോൾ 1/3യുടെ 3/8 പോർഷൻ ആർക്ക് കിട്ടും, ഈ പറഞ്ഞ പോലെ ജിൻസിക്ക് കിട്ടും. ഓക്കെ, അപ്പം 3/24 ആവും. അപ്പോൾ ഓൾറെഡി ജിൻസിക്ക് 1/3 പോർഷൻ ഉണ്ട്. അത് കൂടാതെ എത്രയും കൂടെ കിട്ടും, 3/24 എന്നുള്ള രീതിയിൽ 11/24. അപ്പം 13:11 എന്നുള്ളതാണ് ന്യൂ റേഷ്യോ വരുന്നത്. ഇതേപോലാണ് സെക്കൻഡ് കേസും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, എക്സ്പ്ലനേഷൻ വേണ്ടാലോ, സെയിം നമ്മൾ ചെയ്ത രീതിയിൽ തന്നെയാണ് രണ്ടാമത്തെ കേസും ചെയ്യുന്നത്. മൂന്നാമത്തെ കേസിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഈക്വലി ഷെയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോഴും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഈക്വലി ആയതുകൊണ്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, രണ്ടും ഈക്വലി, ന്യൂ റേഷ്യോയും ഓൾഡ് റേഷ്യോ എല്ലാം സെയിം ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ന്യൂ റേഷ്യോ എന്നുള്ള രീതിയിൽ 1:1 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ അക്വയർ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം എന്താണ്, ഈ പറഞ്ഞ വ്യക്തിയുടെ ഓൾഡ് റേഷ്യോയിൽ നിന്ന് നമ്മൾ ആ ഒരു ഇത്ര പോർഷൻ അക്വയർ ചെയ്തെടുക്കുവാണ്. ഓക്കെ, അപ്പോൾ ഓൾഡ് റേഷ്യോയുടെ കൂടെ ഈ പറഞ്ഞ അക്വയർ ചെയ്ത എത്ര പോർഷൻ ഉണ്ടോ അതും കൂടെ നമ്മൾ പ്ലസ് ചെയ്യേണ്ടി വരും, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വർഷം അല്ലെങ്കിൽ 2025 ക്രിസ്മസിനോ മെയിൻ എക്സാമിനോ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. താങ്ക് യു.